വളരെ സിമ്പിളായിട്ടുള്ളൊരു ഷുഗർ ഫ്ലവേഴ്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഫ്ലവറിൻ്റെ സെൻറ്റർ ഡിസ്പോഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗം പേസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. വെറുതെ ഒരു ഇംപ്രഷൻ കൊടുത്തതേ ഉള്ളൂ. ഇതുപോലെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ റൗണ്ടായിട്ട് ഉരുട്ടിയെടുത്താലും മതി. നെക്സ്റ്റ് ഗം പേസ്റ്റ് ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 5 പെറ്റൽ പ്ലക്കർ കട്ടറാണ്. ഈ പെറ്റൽ കട്ടർ യൂസ് ചെയ്ത് നമുക്ക് റോസ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിക്ചർ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ വലിയൊരു കട്ടർ വെച്ചിട്ട് സെയിം പാറ്റേണിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പെറ്റൽസിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് തിന്നാക്കി എടുക്കുന്നതിന് വേണ്ടി നമ്മളൊരു ബോൾ ടൂൾ യൂസ് ചെയ്തൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേ ബോൾ ടൂളിൻ്റെ അപ്പുറ വശം ചെറിയ ചെറിയ സ്ട്രിപ്സ് ഉണ്ട്. അത് യൂസ് ചെയ്ത് നമ്മൾ ആ ഫ്ലവർ പെറ്റൽസിലേക്ക് ഒരു ഇംപ്രഷൻ കൊടുക്കുന്നു. എല്ലാ ഫ്ലവേഴ്സിനും നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്താണ് ഇംപ്രഷൻ കൊടുക്കുന്നത്. ഈ ടൈപ്പ് ഫ്ലവേഴ്സിന് നമ്മൾ സിലിക്കൺ വെയിനാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പടത്തിൽ കൊടുത്തിരിക്കുന്ന ടൈപ്പ് വെയിനാസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പെറ്റൽസിൻ്റെ എഡ്ജ് മാത്രം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഡ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോം ഷീറ്റിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക. സെയിം പാറ്റേണിൽ തന്നെ വലിയ ഫ്ലവേഴ്സിൻ്റെയും പെറ്റൽസ് ഒന്ന് തിന്നാക്കുന്നതിന് ബോൾ ടൂൾ യൂസ് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. സെയിം ടൂൾ യൂസ് ചെയ്ത് തന്നെ പെറ്റൽസിന് ലൈൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മോഡലിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് പെറ്റൽസിൻ്റെ എഡ്ജിൽ റഫിൾസ് പാറ്റേൺ കൊടുക്കുന്നുണ്ട്. വളരെ തിന്നായിട്ടാണ് നമ്മളിത് പരത്തി കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അധികം ഫോഴ്സ് യൂസ് ചെയ്യാതെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. 2 സൈസിലുള്ള കട്ടേഴ്സ് വെച്ചാണ് നമ്മൾ പെറ്റൽസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ വലിയ സൈസായിട്ടുള്ള ഫ്ലവർ പെറ്റൽസിനാണ് നമ്മൾ റഫിൾ സ്ട്രക്ചർ കൊടുക്കുന്നത്. ഈ ഒരു രീതി നമ്മൾ എല്ലാ പെറ്റൽസും ചെയ്തെടുക്കുന്നുണ്ട്. റഫിൾ സ്ട്രക്ചർ കൊടുത്തതിന് ശേഷം നമ്മൾ ഫോം ഷീറ്റിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഇത് ഡ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ടിലേക്ക് ഫ്ലോറൽ വയർ ഇൻസേർട്ട് ചെയ്യുക. ഫ്ലോറൽ വയറിൻ്റെ ടിപ്പ് ഒന്ന് ബെൻഡ് ചെയ്തതിന് ശേഷം ഗമ്മയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ശേഷം ഇതെല്ലാം ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഫ്ലവർ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പെറ്റൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഫ്ലവർ പെറ്റൽസ് നന്നായി ഡ്രൈ ആയതിനു ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ റെഡ് പെറ്റൽ ഡസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പെറ്റൽസ് ഫുള്ളായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് നമ്മൾ എഡ്ജസിലും സെൻറ്ററിലും ഒക്കെയാണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പല ഫ്ലവേഴ്സിനും പല പാറ്റേണിലായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഫ്ലവറിൻ്റെ സെൻറ്റർ ബഡിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ പെറ്റൽസും എടുത്ത് അതിലൊന്ന് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഡബിൾ ഗമ്മിന് പകരം നമുക്ക് വാട്ടർ വേണമെങ്കിലും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തൊട്ടിച്ചെടുക്കാം. നെക്സ്റ്റ് സെയിം പാറ്റേൺ നമ്മൾ ലീഫിനും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സെയിം കളർ ടോൺ തന്നെയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പെറ്റൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ പെറ്റൽ ടെസ്റ്റ് എടുത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്ലോർ ടേപ്പ് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ബഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലവർ ബഞ്ചിലേക്കുള്ള ലീഫ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഗം പേസ്റ്റിലേക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്ത് നന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം ലീഫ് കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഓവർ തിന്നായിട്ടല്ല നമ്മൾ പരത്തി, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഫ്ലോറൽ വയറിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം സിലിക്കൺ വെയിനർ യൂസ് ചെയ്ത് ലീഫിലേക്ക് നമുക്ക് ഇംപ്രഷൻ കൊടുക്കാം. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ലീഫ് ചെയ്തെടുക്കാൻ പറ്റും.